ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കർക്കിടക മാസത്തിലെ തണുപ്പിന് കൈകാൽ കടച്ചിലും അതേമാതിരി നടുവേദനയ്ക്കെല്ലാം പറ്റിയ ഒരു അടിപൊളി മുതിരയുടെ റെസിപ്പിയാണ്. ഒരു സ്പെഷ്യൽ മസാല ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതിനായിട്ടൊരു 1/4 കിലോ മുതിര ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഒരു 10 അല്ലി വെള്ളുള്ളി വേണം, പിന്നെ ഒരു 10-15 ചുവന്നുള്ളി, പിന്നെ ഒരു 4 പച്ചമുളക് കീറിയത്. ഈ മുതിര നമ്മളൊരു പഴയ ചീനിച്ചട്ടിയിൽ, അതായത് പുതിയ ചീനിച്ചട്ടിയിൽ നിന്ന് എടുക്കണ്ട, ഇതേമാതിരി ഒന്ന് നമുക്ക് ഇട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ട് അതൊരു 2 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതേപോലെ ചെയ്തവർ പഴയ കാലത്തെ ആളുകളൊക്കെ ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും അറിയായിരിക്കും. ഇതേപോലെ ഒന്ന് ചെറിയ ഒരു ചുവപ്പ് നിറം ആകുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വേറെ പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കഴുകിയെടുക്കണം. ഇപ്പോൾ മുതിര നമ്മൾ നല്ലതുപോലെ കഴുകിയെടുത്തു. ഇനി അതൊരു കുക്കറിലേക്ക് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് മുതിര ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് ആ പച്ചമുളക് കീറിയതും ഒരല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ്, വളരെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. കൂടുതൽ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ വേവാൻ ബുദ്ധിമുട്ടാണ്. എന്നിട്ട് 1/2 ലിറ്ററോളം വെള്ളം ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മൾക്ക് ഒരു മസാലക്കൂട്ട് തയ്യാറാക്കാൻ മിക്സിയുടെ ജാറെടുത്തു. ആ വെള്ളുള്ളി അതിലേക്ക് ചേർത്ത് കൊടുത്തു. 1/4 സ്പൂൺ ചെറിയ ജീരകവും ഒരു 10 കറിവേപ്പിലയും ചേർത്തിട്ട് ഇതൊന്ന് തരിതരിയായിട്ട് ഇതേപോലെ അരച്ചെടുക്കുക. ഇതാണ് ഇതിൻ്റെ സ്പെഷ്യൽ മസാലക്കൂട്ട്. അപ്പോൾ നമ്മുടെ അടുക്കളയിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന സാധനം തന്നെയാണ്. ഞാനിപ്പോൾ ഒരു 6ഓളം വിസിലടിച്ചിട്ടുണ്ടായിരുന്നു. മുതിരയൊക്കെ ശരിക്കും വെന്ത് കിട്ടി. അപ്പോൾ നമ്മൾ കുക്കറിനനുസരിച്ചിരിക്കും ഓരോന്നിൻ്റെയും വേവ്. ഇനി നമുക്കത് ഉണ്ടാക്കാനായിട്ട് ഒരു കടായി അടുപ്പിലേക്ക് വെച്ചു. ഒരു 1.25 സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു 1/4 സ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിടുക. എന്നിട്ട് ആ ചുവന്നുള്ളി കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതേപോലെ ആക്കിയിട്ട് നമ്മൾ ആ മസാലക്കൂട്ട്, അതായത് വെള്ളുള്ളി, ചെറിയ ജീരകം, കറിവേപ്പില, ആ കൂട്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് അങ്ങോട്ട് വഴന്ന് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അതിലേക്ക് അല്പം ഉപ്പും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ മുതിര ബോയിൽ ചെയ്യുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, ഇത് കണക്കാവും. ഇനി അതിലേക്ക് ഒരു 1/2 തക്കാളി, അതായത് ഒരു ടേസ്റ്റിന് വേണ്ടിയാണ്. തക്കാളി ഇല്ലെങ്കിൽ നമ്മളിതിൽ പ്രശ്നമൊന്നുമില്ല. അതുകൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു 1.5 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ കയ്യിലേക്ക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലാക്കുക. ഒരു 1/4 സ്പൂണിലധികം മല്ലിപ്പൊടിയും അത്ര തന്നെ മുളക് പൊടിയും ഒരു 1/4 സ്പൂൺ ഗരം മസാലയും ഒരല്പം കൂടി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അധികം മസാലകളൊന്നും നമ്മൾക്കിതിൽ ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ ആയി വരുമ്പോൾ ഒരു 4-5 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. ഒരു ഭംഗിയൊക്കെ വേണ്ടേ. ഇനി അതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ മസാലയൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് വെന്ത് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതേപോലെ മുതിരക്കൂട്ട് ചെയ്യാത്തവരെന്തായാലും ചെയ്ത് നോക്കുക. കർക്കിടക മാസത്തിൽ നല്ല ഒരു മരുന്ന് തന്നെയായിരിക്കും. അതിൽ ആ ചേരുവ തന്നെയാണ്, അതായത് വെള്ളുള്ളിയും ജീരകവും ഗ്യാസിന് ഏറ്റവും ബെസ്റ്റാണ്. ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ മുതിര അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ മുതിര എന്ന് പറയുമ്പോൾ നമുക്ക് ശരീരത്തിന് ചൂട് നൽകുന്ന ഒന്നാണ്. പഴയ കാലത്ത് എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ ഡ്രൈവർ ജോലിയൊക്കെ ചെയ്ത് വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നടുവേദനയ്ക്കൊക്കെ നല്ലൊരു ശമനം കിട്ടും. ഈ സമയത്ത് ഒരു 3 മിനിറ്റ് അടച്ചു വെക്കുക. ആ മസാലയൊക്കെ ഒന്ന് അതിലേക്ക് ചേർന്ന് പിടിച്ചോളും. 3 മിനിറ്റ് തുറന്ന് നോക്കിയിട്ട് ഇതേ പരുവത്തിലാണ് ഇരിക്കേണ്ടത്. ഒരുപാട് ഡ്രൈ ആയിട്ടല്ല, ചെറിയ ഒരു നനവോടെ ഇരിക്കണം. ചോറിൻ്റെ കൂടെ പുരട്ടി കഴിക്കാം. അപ്പോൾ അതിൻ്റെ ഫ്ലെയിം ഓഫായി കൊടുത്തു. അപ്പോൾ നമ്മുടെ അടിപൊളി മുതിര മസാലക്കൂട്ട് ഇവിടെ തയ്യാറായി. കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയ സ്പെഷ്യൽ മരുന്ന് കൂട്ട് തന്നെയാണ്. അടുക്കളയിലുള്ള ചേരുവ തന്നെ മാത്രം മതി. അപ്പോൾ ഞാനത് വേറെ ബൗളിലേക്ക് പാർത്തുന്നുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മൾ രാത്രി ചൂട് ചോറിൻ്റെ കൂടെ ഇങ്ങനെയാണ് കഴിക്കേണ്ടത്. ചോറ് അല്പം കുറച്ചെടുക്കുക. എന്നിട്ട് ആ മുതിര കൂട്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതേപോലെ ഏകദേശം ഒരു 50 ഗ്രാമെങ്കിലും കഴിച്ചാലാണ് അതിൻ്റെ ഗുണം കിട്ടുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്